അങ്ങനെ ആഘോഷങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞെങ്കിലും നിക്കൂസിൻ്റെ ശരിയായ ബർത്ത്ഡേ ഇന്നാണ് എത്തിയത്. രാവിലെ എഴുന്നേറ്റ് നേരെ പോയത് കൊച്ചിയിലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പോട്ടായ സോഷ്യൽ കിച്ചണിലേക്കാണ്. അവിടുത്തെ ഇഡ്ഡലിയും ദോശയും എല്ലാം വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലെത്തി നിക്കൂസിൻ്റെ ജ്വല്ലറി ബിസിനസ്സായ ഗ്ലോബൈനിക്സിൻ്റെ കുറച്ച് വിഷു സ്പെഷ്യൽ വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഡു വിസിറ്റ് ഗ്ലോബൈനിക്സ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോർ ഓൾ ദ ഓഫേഴ്സ്. അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞതിന് ശേഷം നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. നല്ല സുഖമായിട്ട് നിന്ന് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ. വളരെ ട്രാഫിക് കുറവായിരുന്നു. എടപ്പള്ളി സിഗ്നലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഞങ്ങൾ നേരെ പോയത് ഇലാ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഒരുപാട് കാലമായി വിചാരിക്കുന്നു ഈ ഒരു ഫുഡ് സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി. പ്രത്യേകിച്ച് നമ്മുടെ അർജുൻ അശോകൻ്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ടേസ്റ്റി ആയിരുന്നു ഇവിടുത്തെ ഫുഡും, പ്രത്യേകിച്ച് പ്രോൺസ്. റോഡിലൊക്കെ ബ്ലോക്ക് കുറവായിരുന്നെങ്കിലും ലുലു മാളിൽ പതിവ് പോലെ നല്ല തിരക്കായിരുന്നു. നിക്കൂസ് പതിവ് പോലെ തന്നെ ഷൂവിൻ്റെയും ബാഗിൻ്റെയും കണക്കെടുക്കാൻ വേണ്ടി ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് നേരെ കയറി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നൈനൂസ് ടയർഡായി ഒരു മൂലൊക്കെ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. ലുലു ഫാഷൻ സ്റ്റോറിൽ ഏതൊക്കെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്, ഏതൊക്കെ പുതിയ ബാഗുകൾ വന്നിട്ടുണ്ട് എന്ന് അറിയാതെ നിക്കൂനൊരു സുഖം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ബാഗുകൾക്കിടയിലൂടെയും നടന്ന് കളിക്കുകയായിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നിനക്ക് ഇഷ്ടമുള്ള ബാഗ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷൂസ് വാങ്ങിക്കോ എന്ന് ഞാനും അറിയാതെ പറഞ്ഞിരുന്നു. പക്ഷേ പുള്ളിക്കാരി എല്ലാ സാധനങ്ങളും നോക്കുക എന്നല്ലാതെ എല്ലാത്തിൻ്റെയും പ്രൈസ് ടാഗ് കണ്ടപ്പോൾ അത് അവിടെ തന്നെ തിരിച്ചു വെച്ചു. ഇതിനേക്കാളൊക്കെ വളരെ വളരെ വേർത്താണ് നമ്മുടെ ഓൺലൈൻ ആമസോണും ഫ്ലിപ്കാർട്ടും എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരി നേരെ ഇറങ്ങിയത്. എന്തായാലും നൈനൂസിന് വേണ്ടി ഒരു ചെറുതായിട്ടൊരു ടോയ്സും വാങ്ങിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത്. നേരെ പോയത് ബൂസ്റ്റർ ചായയിലേക്കാണ്. നല്ലൊരു ചായയും കോഫിയും കുടിക്കാൻ. ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവറുള്ള ഇവിടുത്തെ ചായയും കാപ്പിയും വല്ലപ്പോഴൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വൈറ്റ്ല ജംഗ്ഷനിലുള്ള ഹെയർ ഡേയിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു ഹെയർ ഡേ ഷോപ്പ് ഭയങ്കര ഫേമസ് ആണ്. വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അവന് നിക്കുവിന് ഇഷ്ടപ്പെട്ട ഒരു സ്കേർട്ടും വാങ്ങിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം നോക്കിയ ആ ബ്ലാക്ക് സ്കേർട്ട് തന്നെയാണ് നിക്കൂസ് വാങ്ങിയത്. അങ്ങനെ നിക്കൂസിന് എൻ്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും നിക്കൂസ് അവിടെ ആമസോണിൽ ഓർഡർ ചെയ്ത് എന്തൊക്കെയോ ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മോസ്കിറ്റോ നെറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടന്മാർ വന്നു. ബാൽക്കണിയിൽ നല്ല അടിപൊളിയായിട്ട് ഇവർ മോസ്കിറ്റോ നെറ്റ് ഫിറ്റ് ചെയ്ത് തന്നു. കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നൈനൂസിൻ്റെ ബാമിക്കുട്ടീൻ്റെ ബർത്ത്ഡേക്കാണ്. കേക്ക് കട്ടിങ്ങും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി അടിപൊളിയായിട്ട് പോയി ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം.